प्यारे दोस्तों, आदाब अर्ज़। 8वीं जमात के अगले ऑनलाइन क्लास से सबको खैर मुक़द्दम। आज हमने हमारा दूसरी सबक का अल्लामा मोहम्मद इकबाल ने लिखा हुआ एक मशहूर नज़म है, एक दुआया नज़म है, लब पे आती है, जो उस नज़म के मतलब സീക്കേങ്കെ. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അടുത്ത 8ാം ക്ലാസ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എഴുതിയ പ്രാർത്ഥനാഗീതമായ ദുആഇയ നസ്മായിട്ടുള്ള ലബ്ബെ ആത്തി ഹേ തുടങ്ങുന്ന ആ മനോഹരമായ ഗാനത്തിൻ്റെ ആശയമാണ് നോക്കുന്നത്. അതിൻ്റെ മത്ലബ് ആശയമാണ് പഠിക്കുന്നത്. ഞാൻ വേഗത്തിൽ ഈ രണ്ട് വരികളുടെയും ആശയം പറയാം. ഈ രണ്ട് വരികൾക്കും നമ്മൾ ഷിർ എന്നാണ് പറയുക. അപ്പോൾ വരികൾ എന്നാവുമ്പോൾ അഷ്ആർ എന്നാണ്. അപ്പോൾ ഓരോ അഷ്ആറിൻ്റെയും ആശയം നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ രണ്ട് വരി, ലബ് ആതി ഹേ ദുആ ബൻകെ തമന്ന മേരി, ജിന്ദഗി ശമഅ കി സൂറത്ത് ഹോ ഖുദായ മേരി. ഇതിൽ പറയുന്നത്, ഞാൻ മലയാളവും പറയാം അതിൻ്റെ ഉറുദുവും പറയാം. ഇതിൽ പറയുന്നത് എന്താ, എൻ്റെ ചുണ്ടിൽ വരുന്ന എൻ്റെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളായിട്ട് എൻ്റെ ചുണ്ടിൽ വരുന്നു അല്ലേ. കുട്ടിയുടെ പ്രാർത്ഥനയാണ് ഈ കവിതയിലൂടെ അല്ലാമ ഇക്ബാൽ പറയുന്നത്. എൻ്റെ ആഗ്രഹങ്ങൾ ചുണ്ടിലൂടെ പ്രാർത്ഥനയായി വരുന്നു, അത് നീ സ്വീകരിക്കണേ അല്ലേ. എന്താണ് ആദ്യത്തെ പ്രാർത്ഥന? എൻ്റെ ജീവിതം ഒരു മെഴുകുതിരിയുടെ ജീവിതം പോലെ ആക്കണമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് മെഴുകുതിരിയുടെ പ്രത്യേകത എന്നെല്ലാം. സ്വയം പ്രകാശിച്ച് സ്വയം ഉരുകിത്തീർന്ന് മറ്റുള്ളവർക്ക് പ്രകാശമായി മാറിക്കൊടുക്കണം അല്ലേ. സ്വയം ഉരുകിത്തീർന്ന് മറ്റുള്ളവർക്കൊരു പ്രകാശമായി മാറുകയാണ്. നമ്മൾ ആദ്യത്തെ രണ്ട് വരിയുടെ ഷിറിൻ്റെ ആശയം നോക്കാം. മേരി തമന്ന ദുആ ബൻകർ ലബ് പർ ആത്തി ഹേ, എൻ്റെ ആഗ്രഹം പ്രാർത്ഥനയായിട്ട് ലബ് പർ ആത്തി ഹേ, ചുണ്ടുകളിൽ വരുന്നു. ഏ ഖുദാ മേരി ജിന്ദഗി ശമഅ കി സൂറത്ത് ഹോ, ദൈവമേ അള്ളാഹുവേ എൻ്റെ ജീവിതം ഒരു മെഴുകുതിരിയുടെ ജീവിതം പോലെയാക്കണമേ. അഗലാ ഷേർ ദേഖിയേ. ഹർ ജഗ മേരെ ചമക്കനെ സെ ഉജാല ഹോ ജായ്, ഹോ മേരെ ദം സെ യുഹി മേരെ വതൻ കി സീനത്ത്. എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ കാരണം കൊണ്ട് ഇവിടുത്തെ അന്ധേരയെ ഒഴിവാക്കണമേ. എൻ്റെ കാരണം കൊണ്ട് ഈ ലോകത്തിലെ ഇരുട്ടിനെ, അന്ധകാരത്തെ, തെറ്റുകളെ നീ ഒഴിവാക്കണമേ. ഹർ ജഗ മേരെ ചമക്കനെ സെ ഉജാല ഹോ ജായ്, എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ തിളക്കം കൊണ്ട് ഇവിടെ പ്രകാശം ഉണ്ടാക്കണമേ. എങ്ങനെ ഉറുദുവിൽ പറയാൻ നോക്കാം. ഏ ഖുദാ മേരി വജഹ സെ ദുനിയാ കാ അന്ധേര യാ ദുനിയാ की बुराइयाँ दूर हो जाए और हर जगह मेरे चमकने से या मेरी भलाई से उजाला हो जाए അല്ലേ. ഏ ഖുദാ മേരി വജഹ സെ, എൻ്റെ കാരണം കൊണ്ട്, ദുനിയാക്ക അന്ധേരായ ദുനിയാക്ക ബുരായിയ, ലോകത്തിലെ ഇരുട്ടിനെ, അതല്ലെങ്കിൽ ലോകത്തിലെ ബുരായിയ ചീത്ത കാര്യങ്ങളെ, തിന്മകളെ, ദൂർ ഹോ ജായി, ഒഴിവാക്കണമേ, ദൂരെയാക്കണമേ, മാറ്റണമേ. और हर जगह मेरे चमकने से, എല്ലാ സ്ഥലങ്ങളിലും മേരെ ചമക്കനെ സെ യാ മേരെ ഭലായി സെ, എൻ്റെ തിളക്കം കൊണ്ട്, എൻ്റെ ശോഭ കൊണ്ട്, എൻ്റെ നന്മ കൊണ്ട്, ഉജാല ഹോ ജായ്, പ്രകാശപൂരിതമാക്കണമേ, നന്മയുള്ളതാക്കണമേ എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് അടുത്ത വരി നോക്കാം. ഹോ മേരെ ദം സെ യുഹി മേരെ വതൻ കി സീനത്ത്, ജിസ് തരഹ ഫൂൽ സെ ഹോത്തി ഹേ ചമൻ കി സീനത്ത്. ഹോ മേരെ ദം സെ യുഹി, എൻ്റെ കാരണം കൊണ്ട് ഇങ്ങനെയാക്കണമേ, മേരെ വതൻ കി സീനത്ത്, എൻ്റെ കാരണം, ഞാൻ കാരണം എൻ്റെ രാജ്യത്തിൻ്റെ ഭംഗി കൂട്ടണമേ എന്നുള്ള. ജിസ് തരഹ ഫൂൽ സെ ഹോത്തി ഹേ ചമൻ കി സീനത്ത്, എങ്ങനെയാണോ പൂക്കളെ കൊണ്ട് ഒരു പൂന്തോട്ടത്തിന് ഭംഗി കൂട്ടുന്നത്. അപ്പോൾ ഉറുദുവിൽ എങ്ങനെ പറയാൻ നോക്കാം. ഹോ മേരെ ദം സെ യുഹി മേരെ വതൻ കി സീനത്ത് അല്ലേ. എന്താണ്, പൂക്കളെ എങ്ങനെയാണോ എന്നെക്കൊണ്ട് ഭംഗി കൂട്ടണമേ എന്നുള്ളതാണ് അല്ലേ. രാജ്യത്തിൻ്റെ ഭംഗി കൂട്ടണമേ. എങ്ങനെ ഭംഗി കൂട്ടണം? എങ്ങനെയാണോ ഒരു പൂന്തോട്ടത്തിന് ഭംഗി ഉണ്ടാവുന്നത് എന്നുള്ളത്, പൂന്തോട്ടത്തിന് ഒരു പൂവ് എങ്ങനെയാണോ ഭംഗിയുള്ളതാക്കി മാറ്റുന്നത്, അതേപോലെ ആക്കണം. അപ്പോൾ നോക്കാം. ജിസ് തറ ചമൻ കി സീനത്ത് രംഗ് ബിരംഗെ ഫൂലോം സെ, എങ്ങനെയാണോ ഒരു
പൂന്തോട്ടത്തിൻ്റെ ഭംഗി പൂക്കളെ കൊണ്ട്, വർണ്ണശബളമായ പൂക്കളെ കൊണ്ട് ഉണ്ടാകുന്നത്. ഉസ്തര മേരി വജസെ വതൻ കി സീനത്ത് ഹോ ജായേ, അതുപോലെ എൻ്റെ കാരണം കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭംഗി നീ കൂട്ടണമേ എന്നർത്ഥം. അടുത്ത വരി, ജിന്ദഗി ഹോ മേരി പർവാനി കി സൂറത്ത് യാ റബ്ബ്, ഇൽമ കി ശംഅ സെ ഹോ മുജ്ക മുഹബ്ബത്ത് യാ റബ്ബ്. എൻ്റെ ജീവിതം ഒരു ഈയാമ്പാറ്റയുടെ ജീവിതം പോലെ ആക്കണമേ എന്ന്. എന്താ ഈയാമ്പാറ്റൻ്റെ പ്രത്യേകത? വെളിച്ചത്തിനോടാണ്, വിളക്കിനോടാണ് താല്പര്യം അല്ലേ. ഇൽമ കി ശംഅ സെ ഹോ മുജ്ക മുഹബ്ബത്ത് യാ റബ്ബ്, വെളിച്ചമാകുന്ന വിളക്കിനോട്, വിളക്കാവുന്ന വെളിച്ചത്തിനോട് എനിക്ക് എന്ത് വേണം? ഇഷ്ടം വരണം അല്ലേ എന്നുള്ളതാണ് പ്രാർത്ഥന. അതെങ്ങനെ പറയാം? ഏ ഖുദാ മേരി ജിന്ദഗി പർവാൻ കി സൂറത്ത് ഹോ, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഈയാമ്പാറ്റയുടെ ജീവിതം പോലെയാക്കും. മുജ്കോ ഇൽമ കി ശംഅ സെ മുഹബ്ബത്ത് ഹോ, എനിക്ക് അറിവിൻ്റെ വെളിച്ചത്തോട്, അറിവാകുന്ന ആ വിളക്കിനോട് ഇഷ്ടമുണ്ടാക്കണമേ എന്നുള്ളതാണ്. അടുത്ത വരി, ഹോ മേരാ കാം ഗരീബോം കി ഹിമായത്ത് കർണ, ദൈവം ദർദ് മന്ദോം സെ സഈഫോം സെ മുഹബ്ബത്ത് കർണ. എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം എന്താ പറയുന്നത്? ഹോ മേരാ കാം, എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പാവപ്പെട്ട ദരിദ്രർക്ക് സഹായമുള്ളതാക്കി മാറ്റണമേ. വേദനിക്കുന്ന ബലഹീനരായിട്ടുള്ള ആളുകളോട് എനിക്ക് ഇഷ്ടമുണ്ടാവണമേ അല്ലേ. ഏ ഖുദാ മേരാ കാം ഗരീബോം കി ഹിമായത്ത് കർണ ഹോ, അല്ലയോ ദൈവമേ എൻ്റെ ജോലികളെല്ലാം, എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഗരീബോം കി ഹിമായത്ത് കർണ ഹോ, പാവങ്ങളെ സഹായിക്കുന്നതാക്കി മാറ്റണമേ. ഔർ ദർദ് മന്ദോം സെ സഈഫോം സെ മുഹബ്ബത്ത് കർണ, വേദനിക്കുന്ന ബലഹീനരായിട്ടുള്ളവരിൽ എനിക്ക് ഇഷ്ടമുണ്ടാക്കണമേ. മുഹബ്ബത്ത് കർണ ഹോ, എന്നിൽ ഇഷ്ടമുണ്ടാക്കണമേ. അടുത്ത അവസാനത്തെ ആഖിരി ഷേർ ദേഖിയേ, മേരെ അല്ലാഹ് ബുരായി സെ ബച്ചാനാ മുജ്കോ, നേക്ക് ജോ രാഹ് ഹോ ഇസ് രഹ് പ ചലാനാ മുജ്കോ, നേക്ക് ജോ രാഹ് ഹോ ഉസ് രഹ് പ ചലാനാ മുജ്കോ. പറയണല്ലേ അവസാനമായിട്ട്, അള്ളാഹുവെ എന്നെ ചീത്ത കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ, അതുപോലെ തന്നെ നേരായ മാർഗത്തിലൂടെ എന്നെ നടത്തണമേ എന്നുള്ള. മേരെ അല്ലാഹ് മുझे ബുരായി സെ ബച്ചായേ, ഏ അള്ളാഹുവേ എന്നെ ബുരായി സെ ബച്ചായിയെ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. और मुझे नेक जो राह पर चलाइए, मुझे नेक राह पर चलाइए, എന്നെ നേരായ മാർഗത്തിലൂടെ നടത്തണമേ, മുന്നോട്ട് കൊണ്ടുപോകണമേ എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ മീനിങ് ഒരു വേർഡ് ബൈ വേർഡ് മീനിങ് ആയിട്ട് നമ്മൾ പഠിച്ചു പോയി. ഇങ്ങനെയാണ് ഇതിൻ്റെ ആശയം എന്നുള്ളത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ വാട്സപ്പ് വഴി തരാം. ഓക്കെ, तो हमको अगला क्लास में मिलेंगे. खुदा हाफिज़, शुक्रिया.